ശരിക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചിട്ടുള്ള രഹസ്യജ്ഞാനങ്ങൾ അത് ഇഖ്ലാസ് ഉള്ളവർക്ക് മാത്രമാണ് ഉപകാരപ്പെടുള്ളൂ. ഇഖ്ലാസ് എന്നാൽ അള്ളാഹുവിലുള്ള ആത്മാർത്ഥത, നിഷ്കളങ്കമായ ആത്മാർത്ഥത. അഥവാ ഏതൊരു സൽക്കർമ്മം ചെയ്യുമ്പോഴും അള്ളാഹുവിനെ യഥാർത്ഥമായി ലക്ഷ്യമാക്കൽ, മറ്റൊരു വിഷയത്തെയും ലക്ഷ്യമാക്കാതിരിക്കൽ, ഇതാണ് ഇഖ്ലാസ്. അതുള്ളവർക്കാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള ജ്ഞാനം പോലും ഉപകാരപ്പെടുള്ളൂ. പക്ഷേ നിഷേധികളായ ആളുകളും അള്ളാഹുവിനെക്കുറിച്ചുള്ള ജ്ഞാനം നേടിയെടുക്കും. പക്ഷേ ആ ജ്ഞാനം അവർക്ക് ഉപകാരപ്പെടില്ല. ആകാശമണ്ഡലങ്ങളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുന്ന പിശാചുക്കളെ പോലെയാണ് അവരെ അള്ളാഹു എറിഞ്ഞോടിക്കും. അതായത് അള്ളാഹുവിൻ്റെ ജ്ഞാനമണ്ഡലങ്ങളിലേക്ക് അവർക്ക് ഒരു പരിധി വിട്ട് തള്ളിക്കടക്കാൻ സാധിക്കില്ല. കാരണം അവർക്ക് ഇഖ്ലാസ് ഇല്ലാത്തതിൻ്റെ പേരിൽ, അള്ളാഹുവിനോടുള്ള ആത്മാർത്ഥമായ നിഷ്കളങ്കത ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരു നിശ്ചിത പരിധിയിലെത്തുമ്പോൾ അവരെ അള്ളാഹു എറിഞ്ഞോടിക്കും. അപ്പോൾ അവർ സത്യത്തിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ജ്ഞാനം നേടിയെടുത്തിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് ഒരു പരിധി വിട്ട് അള്ളാഹുവിലേക്ക് കടക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഉള്ളവരാണ് കപടവിശ്വാസിയായിട്ട് മാറുന്നത്. അതായത് നിഷേധിയായ വ്യക്തികൾ, അള്ളാഹുവിനെക്കുറിച്ചുള്ള ജ്ഞാനം നേടിയെടുക്കുന്ന വ്യക്തികൾ, അവരാണ് കപടവിശ്വാസിയായി മാറുന്നത്. അതായത് കപടവിശ്വാസി യഥാർത്ഥത്തിൽ നിഷേധി തന്നെയാണ്. അവരുടെ ഹൃദയത്തിൽ നിഷേധമുണ്ട്, എന്നാൽ അവരുടെ പ്രകടനത്തിൽ ബാഹ്യമായ വിഷയങ്ങളിൽ അവർ വിശ്വാസിയായി ചമയും. ഇതാണ് കപടവിശ്വാസി. അവർ വിശ്വാസികളുടെ കൂടെ ഇരിക്കും, വിശ്വാസമുണ്ടെന്ന് തോന്നിപ്പിക്കും. അള്ളാഹുവിനെക്കുറിച്ചുള്ള ഒരുപാട് ജ്ഞാനങ്ങൾ അവർ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കും. ആളുകൾ വിചാരിക്കും ഇവർ ഭയങ്കര വിശ്വാസിയാണെന്ന്. അതായത് അത്രയ്ക്ക് സൂക്ഷ്മമായ വിഷയങ്ങൾ പോലും അവർക്ക് പറയാനറിയാം, അതിൽ അവർ മികവ് കാണിക്കും. എന്നാൽ അവരുടെ കൽബിലേക്ക്, അതായത് അവരുടെ തൊണ്ടക്കുഴി വിട്ട് ഈമാൻ ഇറങ്ങിയിട്ടുണ്ടാവില്ല. അഥവാ അള്ളാഹുവിലുള്ള വിശ്വാസം അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കപടവിശ്വാസികളുടെ ഉപമയായിട്ട് പറയുന്നത് റൈഹാൻ ചെടി പോലെയാണെന്നാണ്. അതായത് അതിൻ്റെ വാസന നല്ലതാണ്, എന്നാൽ അതിന് കയ്പുരുചിയാണ്. അതായത് ബാഹ്യത്തിൽ അത് നല്ലതാണ്, എന്നാൽ ആന്തരികത്തിൽ അത് മോശമാണ്. അഥവാ കപടവിശ്വാസി സൽക്കർമ്മങ്ങളുടെ കാര്യങ്ങളിലൊക്കെ മുൻപന്തിയിലായിരിക്കും, അതായത് ബാഹ്യമായ പ്രകടനങ്ങളിലൊക്കെ മുൻപന്തിയിലായിരിക്കും, എന്നാൽ അവൻ്റെ ഉദ്ദേശം അനുസരിച്ച് അത് മോശമാണ്. അഥവാ അവൻ്റെ ഉദ്ദേശം അള്ളാഹുവിൽ നിഷ്കളങ്കമായിരിക്കില്ല. അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് സത്യത്തിൽ അള്ളാഹുവിന് ഗുണമൊന്നുമില്ല, പക്ഷെ അവനെക്കൊണ്ട് ജനങ്ങൾക്ക് ഗുണം ലഭിക്കും. അതായത് അവൻ ദീനിയായ വിഷയങ്ങളും അള്ളാഹുവിനെക്കുറിച്ചുള്ള വിഷയങ്ങളും സംസാരിക്കും, അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കും. അത് ജനങ്ങളിൽ താഴുന്നവർക്ക് ഉപകാരപ്പെടും, എന്നാൽ ഈ ക്ഷണിക്കുന്നവന് ഉപകാരപ്പെടില്ല. റസൂലുള്ള പറഞ്ഞതായിട്ട് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലുമുദ്ദീനിൽ പറയുന്നുണ്ട്, മതത്തിൽ യാതൊരു വിഹിതവുമില്ലാത്ത ചിലരെ കൊണ്ട് ഈ മതത്തെ അള്ളാഹു ശക്തിപ്പെടുത്തും. അതായത് അവരെക്കൊണ്ട് അള്ളാഹുവിന് ഗുണമൊന്നുമില്ല, എന്നാൽ സാധാരണ ജനങ്ങൾക്ക് അവർ ഉപകാരപ്പെടും. അതും അള്ളാഹുവിൻ്റെ ഒരു തന്ത്രമാണ്. ഇങ്ങനെയുള്ള ആളുകൾ വിചാരിക്കും ഞാൻ മതത്തിൻ്റെ ആളെന്ന് വിചാരിക്കും, പക്ഷെ അവർ സത്യത്തിൽ മതത്തിൻ്റെ ആളല്ല. സാധാരണക്കാരായ ആളുകളും ഇവരെ കൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടും. എന്നാൽ ആരെങ്കിലും അള്ളാഹുവിനെ യഥാർത്ഥ ഇഖ്ലാസ് വെച്ചാൽ അവർക്ക് ഇതിൻ്റെ കാര്യം അള്ളാഹു തിരിച്ചു കൊടുക്കും. അതുപോലെ തന്നെ വേറൊരു ഹദീസിലും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. കപടവിശ്വാസിയുടെ ഉദാഹരണം രണ്ട് മുട്ടനാടുകളിൽ ഏതിൻ്റെ പിന്നാലെ പോകണമെന്ന് നിശ്ചയിക്കാൻ കഴിയാത്ത പെണ്ണാടിനെ പോലെയാകുന്നു. ഇങ്ങനെയാണ് പറഞ്ഞത്. അതായത് രണ്ട്
മുട്ടനാടുകളിൽ ഏതിൻ്റെ പിന്നാലെ പോകണമെന്ന് നിശ്ചയിക്കാൻ കഴിയാത്ത ഒരു പെണ്ണാട് അതിനെപ്പോലെയാണ്. ഒരിക്കൽ ഒരു മുട്ടനാടിൻ്റെ കൂടെ പോവും, മറ്റൊരിക്കൽ മറ്റേ മുട്ടനാടിൻ്റെ കൂടെ പോവും. അതായത് ഞാൻ യഥാർത്ഥമായിട്ട് എന്ത് പിൻപറ്റണം എന്നത് അതിന് നിശ്ചയമില്ല. അള്ളാഹുവിനെ കൊണ്ടുള്ള വ്യക്തമായ ആദർശം, മില്ലത്ത് അതിനില്ല. അഥവാ ദൃഢയക്കീൻ, ഉറച്ച വിശ്വാസം, വ്യക്തമായ തെളിവ് കപടവിശ്വാസിക്ക് ലഭിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന കൽപ്പനയെയും ഇബ്ലീസിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന കൽപ്പനയെയും അവർക്ക് തിരിച്ചറിയാനാകില്ല. അതിനാൽ അവർക്ക് ഒരു വിഷയത്തിലുള്ള കൃത്യമായ തീരുമാനം, ഉറച്ച തീരുമാനം എടുക്കാൻ സാധിക്കില്ല. അവരുടെ ഉപമ ഖുർആനിൽ പറയുന്നുണ്ട്. അതൊരു നായയുടേത് പോലെയാകുന്നു. നീ അതിനെ ആക്രമിച്ചാൽ അത് നാവ് തൂക്കിയിടും, നീ അതിനെ വെറുതെ വിട്ടാലും അത് നാവ് തൂക്കിയിടും. ഇതാണ് ഖുർആനിൽ പറയുന്ന ഉപമ. തൊട്ടു മുമ്പത്തെ ആയത്തിൽ അതിൻ്റെ കാരണം പറയുന്നുണ്ട്. അള്ളാഹു അവർക്ക് ദൃഷ്ടാന്തങ്ങൾ നൽകി, പക്ഷേ അവർ അതിൽ നിന്ന് ഊരിച്ചാടുകയും അങ്ങനെ പിശാചിൻ്റെ പിന്നാലെ കൂടുകയും ചെയ്തു. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് ദൃഷ്ടാന്തങ്ങൾ ലഭിച്ചിട്ടുണ്ട്, പൂർണ്ണമായിട്ടും അവർ നിഷേധിയല്ല. ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ആ ദൃഷ്ടാന്തങ്ങൾ ലഭിച്ചതിന് ശേഷം അവർ ഊരിച്ചാടി. ഇതാണ് സംഭവിച്ചത്. അഥവാ അവർക്ക് അറിവുണ്ട്, അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവുണ്ട്. എന്നാൽ ദുനിയവിയായ ചില വിഷയങ്ങളിലേക്ക് അവർ കണ്ണു വായിച്ചതിനാൽ, അവർ തിരിഞ്ഞു നോക്കിയതിനാൽ, അള്ളാഹുവിൽ നിന്ന് മുഖം തിരിച്ചതിനാൽ അവർക്ക് കിട്ടിയ ജ്ഞാനം അവർക്ക് ഉപകാരപ്രദമായില്ല. അങ്ങനെ വിശ്വാസം ലഭിച്ചതിന് ശേഷം അവിശ്വാസിയായി മാറി. ഇതാണ് കപടവിശ്വാസി. അങ്ങനെയൊരു സാഹചര്യത്തിൽ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതായത് അവരുടെ ഉള്ളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ഇനി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിശ്വാസിയായി ചമയുക. അതുകൊണ്ടാണ് അവർ വിശ്വാസിയായിട്ട് ചമഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ പറയും, അള്ളാഹുവിനെക്കുറിച്ചുള്ള വിശ്വാസത്തെക്കുറിച്ചും അതിൻ്റെ ജ്ഞാനങ്ങളെക്കുറിച്ചും അവർ സംസാരിക്കും. എന്നാൽ അവരുടെ ഹൃദയത്തിൽ വിശ്വാസമില്ല. അവരെ നമ്മൾ നന്നാവാൻ വേണ്ടി അവരോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ, അവരോട് കയർത്ത് സംസാരിച്ചാൽ, അവരെ ആക്ഷേപിച്ചാൽ അവർക്ക് നമ്മളോട് പ്രതികരിക്കാനൊന്നും സാധിക്കില്ല. കാരണം അവർക്കറിയാം നമ്മൾ പറയുന്നത് സത്യമാണ്. പക്ഷെ അവർ പ്രതികരിക്കാത്തത് എന്തുകൊണ്ട്? ജനങ്ങളെ അവർ ഭയക്കുന്നു. അതിൻ്റെ പേരിൽ സത്യമാണെന്ന് പ്രഖ്യാപിക്കാനും പറ്റില്ല, എന്നാൽ സത്യമാണെന്ന് അവർക്ക് അറിയാവുന്നതിൻ്റെ പേരിൽ ഇതിനെ എതിർക്കാനും പറ്റില്ല. അപ്പോൾ ഇവരുടെ തനി സ്വഭാവം നമുക്ക് തിരിച്ചറിഞ്ഞിട്ട് നമ്മളവരോട് നിങ്ങളിനി എങ്ങനെ പോയാലും നന്നാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നമ്മൾ വെറുതെ വിട്ടാലോ? ഇപ്പോഴും അവർ നാവ് തൂക്കിയിടും, പ്രതികരിക്കൊന്നുമില്ല. കാരണം നമ്മളവരെ അകറ്റിവിട്ടത് സത്യസന്ധമായ ഒരു വിഷയത്തിനാണെന്ന് അവർക്കറിയാം. അവർക്കതുകൊണ്ട് ഒന്നും പറയാനും പറ്റില്ല, ഇനി ന്യായീകരിക്കാനും പറ്റില്ല. ന്യായീകരിക്കണമെങ്കിൽ ഈമാൻ വേണം. ആ ഈമാൻ ഇവർക്ക് നൽകപ്പെട്ടിട്ടില്ല. ഈമാൻ കിട്ടാത്തതിൻ്റെ കാരണം ഉള്ള വിശ്വാസം വെച്ച് അവർ അള്ളാഹുവിലേക്ക് മുന്നിടാനല്ല ശ്രമിച്ചത്, സംശയിച്ച് നിൽക്കുകയാണ് ഉണ്ടായത്. അവർ അള്ളാഹുവിലേക്ക് തള്ളിക്കടന്നില്ല. തള്ളിക്കടക്കാത്തതിൻ്റെ കാരണം അള്ളാഹു അവരെ അങ്ങോട്ട് കടത്തിവിട്ടില്ല. കടത്തിവിടാത്തതിൻ്റെ കാരണം അവർ അള്ളാഹുവിനെ യഥാർത്ഥമായിട്ട് ഉദ്ദേശം വെച്ചില്ല. അള്ളാഹുവിനെ അവർ യഥാർത്ഥമായിട്ട് ഉദ്ദേശം വയ്ക്കാത്തതിൻ്റെ കാരണം അവർ ജനങ്ങളെ ഉദ്ദേശം വെച്ചു. ജനങ്ങളുടെ തൃപ്തി അവർ ആഗ്രഹിച്ചു. അള്ളാഹുവിൻ്റെ തൃപ്തി അവർ മറന്നു കളഞ്ഞു. അപ്പോൾ അള്ളാഹു അവരെ പരിഹസിക്കാൻ വിട്ടു. എന്നാൽ അവർക്കറിയില്ല അള്ളാഹു അവരെ പരിഹസിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. അങ്ങനെ അവർ ഇവിടെ കാലം കഴിച്ചു കൊണ്ടിരിക്കുന്നു.